ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന് പ്രദർശന അനുമതി നിഷേധിച്ച സെൻസർ ബോർഡിന്റെ എതിർ സത്യവാങ്മൂലം ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. സിനിമാറ്റോഗ്രാഫ് ആക്ടിലെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനാലാണ് അനുമതി നിഷേധിച്ചത് എന്ന വാദങ്ങൾ തള്ളി കോടതി സെൻസർ ബോർഡിന്റെ വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. പ്രദീപ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയായിരിക്കും ഇനി ഇതിൻ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള മാറ്റത്തിലേക്ക് കടക്കുന്നത്? എന്ത് തീരുമാനങ്ങളായിരിക്കും ഇനി ഉണ്ടാവുക? ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയ്ക്ക് സെൻസർ ബോർഡ് പ്രദർശന അനുമതി നിഷേധിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് നിർമ്മാണ കമ്പനി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം സെൻസർ ബോർഡിനോട് ഹൈക്കോടതി വിശദീകരണം തേടിയിരുന്നു. ഇന്ന് വിശദമായ സത്യവാങ്മൂലം നൽകണം. ചിത്രത്തിൽ സിനിമാറ്റോഗ്രാഫ് ആക്ട് പാലിക്കുന്നില്ല എന്ന് കാണിച്ചാണ് അനുമതി നിഷേധിച്ചത് എന്നാണ് സെൻസർ ബോർഡ് കഴിഞ്ഞ ദിവസം നൽകിയ മറുപടി. അതേസമയം ജാനകി എന്ന പേരിന് എന്താണ് കുഴപ്പമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു. ഇത് ഇന്ത്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതായിരുന്നു സെൻസർ ബോർഡിന്റെ മറുപടി. മാത്രമല്ല, ഇന്ത്യയിൽ ഏതാണ്ട് 80% പേരുകളും മതങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, ദൈവങ്ങളുടെ പേരുകളുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ചിത്രത്തിലെ കഥാപാത്രത്തിന് അല്ലെങ്കിൽ സിനിമയ്ക്ക് ഈ ഒരു പേര് നൽകുന്നത് ഉചിതമാകില്ല എന്ന് സെൻസർ ബോർഡ് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഒരു സിനിമയ്ക്ക് അല്ലെങ്കിൽ അതിലെ കഥാപാത്രത്തിന് എന്ത് പേര് നൽകണമെന്ന് കലാകാരനോട് സെൻസർ ബോർഡിന് നിർദ്ദേശിക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു കോടതിയുടെ മറുചോദ്യം. അതേസമയം ചിത്രത്തിന്റെ റിലീസിംഗ് വൈകി എന്നതുകൊണ്ട് വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയ നിർമ്മാതാക്കൾ ഈ ചിത്രം കാണുന്നതിന് ഹൈക്കോടതിയെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് എന്തായിരുന്നാലും സെൻസർ ബോർഡ് വിശദമായ സത്യവാങ്മൂലം നൽകണം. ഈ സത്യവാങ്മൂലം പരിശോധിച്ചതിന് ശേഷം ഈ സിനിമയ്ക്ക് പേരുമായി മുന്നോട്ട് പോകാൻ സെൻസർ ബോർഡ് അനുമതി നൽകണമോ? ഏതായാലും ഇന്നത്തെ ദിവസം നിർണായകമാണ്. ഇന്ന് കാര്യങ്ങൾ പരിഗണിച്ച ശേഷമായിരിക്കും തീരുമാനിക്കുക ഈ പേരുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നതുമായി ബന്ധപ്പെട്ട്. പ്രദീപ് ജോസഫാണ് വിശദവിവരങ്ങൾ നൽകിയത്.